ഈ അടിക്കുള്ള കൊതു കൂടെ ഉണ്ടോ മുരുക? തുടങ്ങി അവൻ അസുഖം. മുരുക, അടിച്ചുകൊല്ലാൻ കൊതുകല്ലാതെ ചോര ഊറ്റി കുടിക്കുന്ന വേറൊരു ജന്തുണ്ട് ഇവിടെ. ഒന്ന് മുറുക്കുന്നോ പോറ്റിക്കുഞ്ഞെ? ആ തിരുവാണം നടച്ചു കിട്ടാനാ. അതെ, അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് അങ്ങ് ചവച്ചോണ്ടാ മതി. മുരുകന് മുറുക്കണോ? മുരുകനെ മുറുക്കണം. കൊതുകടി തുടങ്ങി. തന്റെ ഇടയ്ക്കലിട്ട് നക്കിനക്കുന്ന അടിക്കണോ അല്ലേ? ഇതാ മുരുക, നീ ആകെ എത്ര കൊല്ലം ഭ്രാന്താശുപത്രി കടന്നിട്ടുണ്ട്? നല്ല ഓർമ്മയില് 5 വർഷം. എന്നിട്ട് നാഗരൂരിലുള്ള നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ? പോറ്റി, ഒരു തവണ വട്ട് വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും അവൻ വട്ടന. ഒരിക്കല് ആശുപത്രിയിൽ മന്ത്രി വന്നപ്പോ ഇവിടത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ. നമ്മുടെ അനിയൻകുട്ട അണ്ണൻ. എന്നെ കണ്ടപ്പോ ഒരു സിമ്പതി. കൂടെ വരുന്നോന്ന് ചോദിച്ചു. റെഡി എന്ന് ഞാനും പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ കയറി ഒറ്റ വരവ്. ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്രക്കെട്ടും എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ഏജന്റായി. വൈ മുരുകൻ, മലയാള ശബ്ദം ഏജന്റ്. എന്തായിരുന്നു നിന്റെ അസുഖം? ജലദോഷവും വയറ്റിളക്കവും. ഭ്രാന്താശുപത്രി കിടന്നുകൊണ്ട് രോഗം എന്തും ചോദിക്കുന്ന ജന്തു അല്ല പോറ്റി, മാരാര് ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. ഭ്രാന്തിൽ പല വെറൈറ്റി ഉണ്ട്. എവിടെ നോക്കിയാലും കൊതുക്. അതായിരുന്നു എന്റെ ഭ്രാന്ത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. പുലിക്കൊതു. മുരുകൻ പറഞ്ഞത് ശരിയാ, കംപ്ലീറ്റ് മാറി. എന്താ? ആഫ്രിക്കൻ പുലിക്കൊതു. ആഫ്രിക്കൻ മങ്കി. പരീതുമാരുടെ പടനിലങ്ങൾ. ഇക്കടെ പടമുണ്ടോ? ആരാണടാ ഇതൊക്കെ എഴുതുന്നത്? ഹലോ, മലയാളത്തിൽ എന്റെ പേര് രവിവർമ്മ. ഞാനാ തന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയത്. ഓഫീസിൽ ഫോൺ ചെയ്ത് താൻ വിരട്ടിയെന്ന് കേട്ടു. എന്റെ കൈ ഒടിക്കുന്നോ കാലൊടിക്കുന്നോ ഒക്കെ പറഞ്ഞ്. അതാണ് നമ്മുടെ തൊഴില്. എഴുത്താ എന്റെ തൊഴില്. ഞാൻ എഴുതണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ല തെരുവിൽ കിടക്കുന്ന പരിധി വരല്ല. കത്തി കയ്യിന്ന് പോകുമ്പോ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാര്യമില്ലടാ. കുത്തിയാ കുത്തുകൊള്ളും. അത്രേ ഉള്ളു. ഇതൊക്കെ കുത്തുന്നില്ല. അതെന്റെ തൊഴിലല്ല. എഴുത്താ എന്റെ തൊഴില്. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. നാട്ടുകാരുടെ ചോര ഊറ്റി കുടിച്ച് വീർക്കുന്ന നാട്ടുപ്രമാണിമാരുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നടന്നായിരുന്നു. ആ നാടുകൾക്ക് വേണ്ടി കൊള്ളിവെപ്പും കൊല്ലയും നടത്തുന്ന നീയാണോടാ അള്ളാഹുവിനെ വിളിക്കുന്നത്? നീ വിളിച്ച അള്ളാഹു കേൾക്കില്ല. എന്റെ അക്ഷരങ്ങളുണ്ടടാ അള്ളാഹു. ഇതൊക്കെ നിർത്തി 5 നേരം നിസ്കരിച്ചിരുന്ന അള്ളാഹുവിനെ വിളി. അള്ളാഹു വിളിയേക്കും. മരീതുമാരുടെ പടനിലങ്ങള്. യു ആർ എ ജേർണലിസ്റ്റ്, നോട്ട് എ സ്ട്രീറ്റ് ഫൈറ്റർ. അപ്പേട്ടൻ ഈ കാര്യം മുത്തശ്ശിയുടെ മുമ്പിൽ ഊതി പെരുപ്പിക്കൊന്നും വേണ്ട.
മുത്തശ്ശി, കൊല്ലാൻ വരുന്ന പരീതിനോട് ഞാൻ എഴുത്തുപുര വീട്ടിലേതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ നാട് പോലൊരു കോളം കൈകാര്യം ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന് ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ക്യാമറയും തൂക്കിയിട്ട് അലിഞ്ഞു തിരിഞ്ഞറിഞ്ഞ ഇത്രയും റീഡർഷിപ്പ് ഉള്ള ഒരു കോളം ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നീ ഇനി ആ കോളം കൈകാര്യം ചെയ്യണ്ട. അത് പത്രാധിപരായ നമ്മുടെ അച്ഛൻ തീരുമാനിച്ചോളും. എനിക്ക് പുറത്തിറങ്ങി നടക്കണം. അത് എന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് വേണ്ടെന്നേ. എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത്? ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള എത്രയോ പേരുണ്ട് നമ്മുടെ പത്രത്തിൽ. മുത്തശ്ശിയുടെ കാലഘട്ട ഭാഷ അറിയാമെന്ന് എഴുത്തുപുര മുറ്റത്ത് പറയാം, ഒരു സ്ഥാപനത്തിൽ പറയാൻ പറ്റില്ല. വാട്ട് ഈസ് ദിസ് ബേസിക് ക്വാളിഫിക്കേഷൻ? അക്ഷരശുദ്ധി, ആത്മാർത്ഥത, നട്ടല്ലും. എന്താ ജീവി എഴുത്തുവരെ അടുക്കളക്കാരിയായിട്ട് നിന്നാ മറ്റുള്ളവരും അങ്ങനെ കാണൂ. വല്യമ്പ്രാട്ടി ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ചെയ്ത തെറ്റിന് അടുക്കളയിൽ നിന്ന് അടിച്ചു പുറത്താക്കി ശുദ്ധികലശം നടത്തുന്നതിന് പകരം കുഞ്ഞിന്റെ അമ്മാവൻ തമ്പുരാനെ കൊണ്ട് എന്റെ കഴുത്ത് താലി കെട്ടിച്ചില്ലേ? ആ സ്നേഹം വലുതാ കുഞ്ഞേ. അതൊക്കെ ഒരുപാട് പറഞ്ഞ് ചെറുതാക്കണ്ട. ഞാൻ മുത്തശ്ശിയുടെ കാര്യമല്ല പറഞ്ഞ. എന്റെ അമ്മ പാർവതി തമ്പുരാട്ടിക്ക് വലിയ കനവല്ലേ അമ്മായിയെ കാണുമ്പോ? ഓപ്പോസിറ്റ് ശക്തിയുള്ള ഒരു നാത്തൂൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ അമ്മ നടക്കുമ്പോ എഴുത്തുപുര വീട് കടന്ന് കുലുങ്ങുന്നത്. ചെറിയമ്പ്രാട്ടി പാവോ കുഞ്ഞേ. എടാ നീ എന്റെ പേന എടുത്തോ. എനിക്കാരുടെയും പേന ആവശ്യമില്ല. എനിക്ക് സ്വന്തമായ ഒരു പേനയുണ്ട്, ഒരു ശൈലിയും. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ മനുഷ്യനെ പോലെ സംസാരിക്കടാ. പൊടിയും വളർത്തി അണക്കവൻ. ഇതൊക്കെ ഒന്ന് വെട്ടിക്ക് അമ്മായി. രാമോട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇന്നേ വരെ ഈ മുറ്റത്ത് മുദ്രാവാക്യവും സത്യാഗ്രഹവും ഒന്നും ആരും നടത്തിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം. ഇവിടെ രാമേട്ടന്റെ നിസ്സാരമായ കല്യാണ ഫോട്ടോ ഒന്നും അല്ല പ്രശ്നം. ഇത് മാനേജ്മെന്റ് പുതിയ മൂരാച്ചനെ നടപ്പിലാക്കുന്നതിന്റെ സൂചനയാ. അത് മുളയിലെ നുള്ളയില്ലെങ്കിൽ ആപത്താ. വാസുവട്ട മേനോ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കല്ലേ? അതിനുമുമ്പ് എന്തിനാ ഈ സമരം എങ്കിലാവുളിയൊക്കെ? പോറ്റി തകരാറുകളുടെ മേൽശാന്തിയോ കീഴ്ശാന്തിയോ ആയിരിക്കാം. ഇവിടുത്തെ പ്രൂഫ് റീഡർ ആണെങ്കിൽ തൊഴിലാളികളോട് നിൽക്കണം. രാമൻ നായർക്ക് പരാതിയൊന്നുമില്ല സാർ. ഞാൻ സ്പേസ് പോലും മാർക്ക് ചെയ്ത് കൊടുത്താണല്ലോ വരരെ. എഴുത്തുപുര വീടും ഈ പത്രത്തിന്റെ പാരമ്പര്യവും ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം വിളിക്കുന്നേ. ജേക്കബേ, ഇന്നലെ ഡെസ്കിലാരായിരുന്നു? ഞാനായിരുന്നു സാർ. രാമൻ നായരുടെ മകളുടെ വെഡിങ് മാറ്റർ എങ്ങനെയാ മിസ്സായത്? സാർ അത് കൊടുക്കണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്ന്? വി വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം. ഇതുപോലെ കുറെ പണിമുടക്കുകൾ കണ്ടിട്ടുള്ളവനാ ഞാൻ. എല്ലാം പുല്ല് പോലെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റർ പ്രിന്റ് ചെയ്യണ്ടെന്ന് ആരാ തീരുമാനിച്ചത്? ഐ ആം ആസ്കിംഗ് യു. 15,000 രൂപയുടെ സ്പേസ് കളഞ്ഞ് ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്രത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാനും അനന്തരാമനും ആലോചിച്ച ആ മാറ്റർ അവോയ്ഡ് ചെയ്ത്. ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. ഇന്നലെ വരെ 15,000 രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം. ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ചു വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴ്വഴക്കമാണ്. പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത മാറ്റർ എന്നെ അറിയിക്കാതെ മാറ്റാൻ കാരണം? എക്സ്ക്യൂസ് മീ സാർ, പത്രാധിപര് ന്യൂസിന്റെ എഡിറ്റോറിയലിന്റെയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരെ? പരസ്യത്തിന്റെ ചാർജ് എനിക്കല്ലേ സാർ? ഈ പത്രത്തിന്റെ പാരമ്പര്യം തെറ്റിച്ച് പരസ്യം അച്ചടിക്കാൻ തനിക്കാരോട് അധികാരം തന്നത്? അച്ഛാ, ഹീസ് അവർ അഡ്വർടൈസ്മെന്റ് മാനേജർ. നോ, ഹി ഈസ് യുവർ മാനേജർ. നിന്റെ വിവരക്കേട് മാനേജ് ചെയ്യാൻ നീ ബോംബെയിൽ നിന്നും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന സഫാരി കോലം. ഡോ പരസ്യ കോമാളി, താൻ മാനേജ് ചെയ്ത് കുത്തുപാളടിപ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അത് ഇവിടെ നടക്കില്ല. ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരുന്ന് ജോലി ചെയ്തോണം, മനസ്സിലായോ? ഇത് ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇഷ്യൂ ആയി കഴിഞ്ഞു. എന്റെ അച്ഛൻ കൊടുത്ത മാറ്റർ എടുത്തുകളെ നീ ആരാടാ ചെറ്റ്? അനിയൻകുട്ടാ, അമ്മ മിണ്ടായിരുന്നോണം. അമ്മയ്ക്ക് ഭരിക്കാൻ വിമൻസ് ക്ലബ് ഒന്നുമല്ല. ധർമ്മക്കഞ്ഞി വിളമ്പുന്ന അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് രാമേട്ടന്റെ മോടെ കല്യാണ ഫോട്ടോ പ്രിന്റ് ചെയ്യായിരുന്നോ മാനേജിംഗ് ഡയറക്ടറെ? Shut up! This is my office. You are only a sub-editor. Mind it. പോടോ പുങ്ങും തമ്പുരാനെ. ഈ കസലിലിരുന്ന് കറങ്ങി ലോകം കാണാൻ താഴ്റങ്ങിച്ച് നോക്ക്. നമ്മുടെ പത്രത്തിന് വേണ്ടി വർഷങ്ങളായി ജോലി ചെയ്തവരാ ഇപ്പൊ മനസ്സ് മേടിച്ച് മാറിയിരിക്കുന്നത്. തന്റെ ഒടുക്കത്തെ MBA മാനേജ്മെന്റ് കപ്പാസിറ്റി കേൾക്കുന്നില്ലേ? മലയാള ശബ്ദം മുടങ്ങി. മിന്നൽ പണിമുടക്ക്. സാർ, എന്താണോ? എന്റെ കല്യാണമാണ്. അല്ല, ഞാൻ തോണം സാറ് വരണം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്താ?
മലയാള ശബ്ദം പത്രം ചീഞ്ഞ് നമ്മുടെ പത്രത്തിന് വളമായി. ഇനി വെച്ചടി കേട്ടവാ. അച്ചടി കുറെ കൂടെ ശ്രദ്ധിക്കണം. വളം മാത്രം വന്നോണ്ട് കാര്യമായില്ലേ. താൻ രാവിലെ തൊട്ട് തുടങ്ങിയതായി ചൊറിയണ വർത്താനം. താൻ കണ്ടോ ഞാൻ എങ്കിലും വിളിക്കുന്നത്? വിളിച്ചില്ലെങ്കിലും വിളിച്ചവരുടെ കൂടെ നിന്നു. അതും സമരമാ. ആണ്ട അടുത്ത ആള്. എടാ ഏജന്റ്, ഇനി കൊതുകിനെ അടിച്ചോണ്ട് ഇവിടെങ്ങാനും കൂടിക്കോ. ഞാൻ പത്രോഫീസിൽ നിന്ന് വരിക. എല്ലാരും അവിടെ കൂടി നിപ്പുണ്ട്. സമരം ഒന്ന് ഒത്തീർപ്പാവണ്ണ. മഹാനായ MD മുകളിലിരിപ്പുണ്ട്. അദ്ദേഹത്തോട് പോയി ചോദിക്കാം. രാമവർമ്മ ഹിയർ. ഗുഡ് മോർണിംഗ് സർ. ഏയ് നത്തിങ്. ഒരു പവർ ഫെയിലിയർ. ഫ്യൂസ് മാറ്റിട്ടാ മതി. ഐ കൻ മാനേജ്. ഓർഗനൈസ്ഡ് ഒന്നുമല്ല, ഒരു ഇമോഷണൽ കമോഷൻ. എനിക്കിതൊരു നല്ല അവസരമായിട്ടാണ് തോന്നുന്നത്. ഒരു ഫിൽട്രേഷൻ ആവശ്യമാണ്. കുറെ കരടുകളുണ്ട് നമ്മുടെ പത്രത്തിൽ. എടുത്തു കളയണം. കൈ ഇങ്ങനെ കൈ റെഡി. പെൻഷൻ പറ്റിയിട്ടും ഓരോരുത്തരെ പിടിച്ചു വെച്ചിരിക്കല്ലേ. എല്ലാത്തിനും പിരിച്ചു വിടണം, എന്നാലേ പഠിക്കൂ. പിന്നെ നീ അച്ചടിച്ചിറക്കൂ മലയാള ശബ്ദം. MB എന്ന 3 അക്ഷരം നിരത്തിയിട്ടാ പത്രം ആവില്ല മോനെ. അത് പറഞ്ഞ് മനസ്സിലാക്ക്. സംസ്കാരം, സ്നേഹം, കാരുണ്യം ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല. അമ്മ ഇന്നലെ വാസേട്ടനെ രാമേട്ടനെ നേർക്ക് കയറത്തില്ലേ? അതിന് പകരം അവരോട് നല്ല വാക്ക് പറയായിരുന്നില്ലേ? പണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം വിളമ്പാൻ എന്നെ കിട്ടില്ല. The desert air resounds the call of heart-struck lion's rage. The cloud puts forth its Muttashi. deluge. വാസേട്ടൻ നമസ്കാരം. എന്താ വാര്യരെ, ഞങ്ങളോടൊക്കെ പിണങ്ങിയോ? അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് മാപ്പ് പറയാനാ. മാപ്പ് പറയേണ്ടത് ഞങ്ങളാ. പിടിച്ചു നിർത്താൻ ഞാനും രാമൻ നായരും ഒക്കെ ആവുന്നത് നോക്കി. ചെറുപ്പക്കാരല്ലേ, അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ. എല്ലാം തീർന്നു. ഇപ്പോ എല്ലാവർക്കും മനസ്താപമുണ്ട്. വാര്യരോട് പാർവതി കയർത്ത് സംസാരിച്ചു അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എനിക്കറിയരുതോ ആ ചുണ്ടി. ദേഷ്യം വന്നാൽ സ്വാതന്ത്ര്യം ഉള്ളവരോടല്ലേ കയർക്കാൻ പറ്റൂ. ക്ഷമിക്ക, ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട. രാമനായരെ, മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും. അതൊന്നും വേണ്ടായേ, ഇപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞു. പായ്പാടാ, എന്തോ ഇന്ന് എല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ. രാമേട്ടൻ പോയി എല്ലാവരും വിളിച്ചോണ്ടിരൂ. ഉച്ചയ്ക്ക് ഊണ് വിടുന്നാവാം. ഓ താൻ കുടിച്ചല്ലേ. തിന്നോ സമരക്കാരെ എത്തിരുന്ന് നിയമിച്ച് നീ എന്നോട് ഗുലാബ് കാണിക്കല്ലേ മോളെ. പശുവിന് കോണായല്ലോ. തെന്നി വേണ്ട. അച്ഛൻ അനിയൻ കുട്ടനെ കയറൂരി വിട്ടിരിക്കാണോ? കയറൂരി വിടാൻ അവൻ നാൽക്കാലിയൊന്നും അല്ലല്ലോ. എന്താ സംഗതി? എന്റെ നാട് കുറെ നമ്മുടെ പത്രത്തിൽ വേണോ വേണ്ടെന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു പങ്ക്തി തുടങ്ങിയത്. അവനത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയെന്ന് അച്ഛൻ പറയുന്നത്? ഇപ്പോൾ എന്റെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചു വന്നു. ആശുപത്രിയുടെ മുമ്പിൽ കൊടിയും പന്തലൊക്കെ ആയി ഒരു നേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. അനീതി ഉള്ളിടത്ത് കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടെ കത്തിച്ചാമ്പലാവണം. അതിനുള്ള തീ അവന്റെ അക്ഷരങ്ങൾക്കുണ്ട്. സത്യം വദ ധർമ്മം ചര. അവൻ അതാ ചെയ്യുന്നത്. അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവില്ല. നീ നിൽക്കുന്നത് എവിടെയാണെങ്കിലും ശ്വസിക്കുന്ന അമേരിക്കൻ വായുവാ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അവൻ അവന്റെ കാര്യം നോക്കിയോളും കേട്ടോ. നിങ്ങൾ എങ്ങോട്ടാ? അറേഞ്ച് മാരേജ്, ലവ് മാരേജ്. പെമ്പിള്ളാരുടെ ചർച്ചയുണ്ട്. എവിടാ മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. വെന്നി എവിടാ സുധു? വെന്യൂ എവിടെ വെച്ചാ? കോളേജ് ഹാളിൽ ആ, വെച്ചാ അവിടെ. പറ്റി. നമുക്കൂടെ അങ്ങോട്ട് പോയാലോ മിസ്സസ് മേനോൻ? വേണ്ട, നിങ്ങൾക്ക് 3 പേർക്കും ആ പ്രായം കഴിഞ്ഞല്ലയോ. അറേഞ്ച് മാരേജ്, ലവ് മാരേജ്. ഇപ്പോ ഡൈവേഴ്സിന്റെ വക്കത്തല്ലയോ. നമുക്ക് വിവാഹ മോചനത്തെ കുറിച്ച് വിമൻസ് ക്ലബ്ബിൽ വെച്ചൊരു ചർച്ച സംഘടിപ്പിക്കാം. ഇവള് മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. ചീട്ടുകളി എത്ര മണി വരെ പോവും അമ്മേ? യോ അല്ല മമ്മി. സുദർശന് എപ്പോഴും അനിയൻകുട്ടിന്റെ കൂടെ സഞ്ചാരം അല്ലേ? അതെ അതെ, പ്രായമായെന്നൊരു ചിന്തയില്ല രണ്ടുപേർക്കും. Arranged marriage or love marriage?
മാരേജ് എന്ന ചടങ്ങിന്റെ ആവശ്യം എന്താണ്? എ ക്രിമിനൽ വേസ്റ്റേജ്, സെലക്ഷൻ ഓഫ് എ പാർട്ട്ണർ. പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും അവകാശപ്പെട്ടതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുക എന്നത്. അങ്ങനെ ജീവിക്കുന്നതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റി വേണ്ടേ? എന്ത് ലീഗൽ സാങ്ക്ടിറ്റി? പരസ്പര വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ് കുടുംബജീവിതത്തിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ വിവാഹപ്രായമെത്തിയ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സ് ഒരുപോലെയാണ് എന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബ പശ്ചാത്തലം ഒരു വലിയ ഘടകമാണ്. എഴുത്തുപുര വീട്ടിലെ പൂമുഖത്താണ് എന്റെ സങ്കല്പത്തിലെ ഭർത്താവ്, എഴുത്തുകാരൻ ഭർത്താവ്, ചന്ദനത്തിന്റെ മണമുള്ള ഭർത്താവ്, എണ്ണക്കറുപ്പിലെ കർപ്പൂര ദീപം എനിക്ക് ശേഷം മാത്രം തൊഴാൻ കാത്തു നിൽക്കുന്ന ഭർത്താവ്. എന്റെ പരിഭവങ്ങളെ എന്താ പറയാ, കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യവനമായി എന്നും ഉറക്കരയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ്. എന്റെ പരിഭവങ്ങളെ എന്താ പറയാ, കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യവനമായി എന്നും ഉറക്കരയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ്. കാൽക്കുലേഷനും ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊപ്പോസൽ ഞാൻ ഇതുവരെ സാറിന് ഉപയോഗിച്ചിട്ടുണ്ടോ? കേൾക്കട്ടെ, ഏതാ കുട്ടി? സുദർശന. യെസ്. ഏയ് താനിത് അതൊന്നും ശരിയല്ല. ഇക്കാര്യത്തിൽ മറ്റു നിർബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിയാവണം. അവർക്കും നമ്മുടെ പത്രത്തിൽ ഷെയർ ഉള്ളതാണല്ലോ. അത് അന്യാസീനപ്പെട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാവില്ല. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അവൾക്ക് എന്നോട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. അനിയനുമായിട്ടുള്ള അടുപ്പം കൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ പ്രൊപ്പോസൽ വെച്ചത്. വർമ്മ സാർ ഒന്നും മനസ്സിലാക്കണം. 2 സഹോദരന്മാരുള്ള എഴുത്തുപുര വീട്ടിൽ 2 പേർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു പത്രവും ഒരു മുറപ്പെണ്ണും, രണ്ടും ഒരാളുടെ കയ്യിൽ തന്നെ നിൽക്കണം. അയാൾക്കേ പവറുള്ളൂ. പക്ഷേ സുദർശനയും അനിയൻകുട്ടനും തമ്മിൽ എനിക്ക് ക്ലിയർ അല്ല. ഇതുവരെ ലൈൻ ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയേക്കും. ആ ഫീല് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത്. എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട് സാർ. എ മൈൽ നോക്ക് അറ്റ് ദ റൈറ്റ് ടൈം, ദ ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു. എന്നും പവർ വർമ്മ സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അനിച്ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നോക്ക്, കുറച്ചും കൂടി. ആ റെഡി, ബെസ്റ്റ്. സുധു, ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു. അപ്പൊ അതിലെ സുദർശന നല്ല പത്തര മാറ്റുള്ള തങ്ക കട്ടി പോലുള്ള സുദർശന, പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെ ഉള്ള സുദർശന. നീയല്ല, നിന്റെ തലയില് കിരീടം വെച്ച കാലിപ്പെട്ടിയുടെ മുകളിൽ സൂട്ട് കേസ് വെച്ച പോലെ ഇരിക്കും. അപ്പൊ ഈ സുദർശനയുടെ കാമുകനായിരുന്നു അഗ്നിദേവൻ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സുദർശനായ നിനക്കും വേണമെങ്കിൽ ഒരു കാമുകനാകാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അയ്യടാ, എനിക്ക് ഈ കാമുകനും പ്രേമവും ഐ ലവ് യു എന്നും എനിക്കിതൊന്നും ഇഷ്ടല്ല. ഓഹോ, പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറുപ്പനാണെന്നോ അവന്റെ തലവഴി എണ്ണ ഒഴിച്ച് കുളിപ്പിക്കണം എന്നൊക്കെ വലിയ വാചം അടിക്കുന്നതായിട്ടല്ലോ പെമ്പിളാടുത്ത് ഇന്നലെ. അത് വാചകടി, ചർച്ചയല്ലേ? ഈ ചർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു ചെന്നപ്പോ എല്ലാരും കിടന്ന് ഉറക്കമായി. മേശപ്പുറത്ത് കഞ്ഞിയും വയറും കുന്തമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് പാത്രം കഴുകി ഷെൽഫി വെച്ചു. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. പക്ഷെ ആളില്ല അവിടെ, ഞാൻ തനിച്ചേ ഉള്ളൂ. പാവം ഞാൻ. എന്നിട്ട് ഞാൻ കിടന്ന് ഉറക്കമായില്ല. എന്താ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തില്ലേ? അതാ ഈ പറഞ്ഞു വരുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാ പ്രശ്നം. കണ്ണടച്ച് കാണും. ഇല്ല, കണ്ണടച്ചു പോലും കാണത്തില്ലെന്നാ തോന്നുന്നത്. ചുമ്മാ ഓരോരുത്തർ ഇങ്ങോട്ട് കയറി ചോദിക്കല്ലേ, ഇയാൾ എന്താ ഇങ്ങനെ ചുമ്മാ കിടന്നുറങ്ങിയാ മതിയോ? പ്രേമിക്കൊന്നും വേണ്ടായോ? അനിയൻ കുട്ടാ പ്രേമിക്കണ്ടേ, അനിയൻ ചേട്ടാ പ്രേമിക്കണ്ടേ എന്നൊന്നും വലിയ ബഹളം.
എന്താ അങ്ങനെ? അറിയില്ലേ? വട്ട്. ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. മാറ്റിയെടുക്കണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? പെണ്ണ് കിട്ടണം. എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കെട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോ നിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. നീ ഇപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ആനക്കാരന്റെ മോളോ, തയ്യൽ ടീച്ചറോ, അല്ലെങ്കിൽ ടൈപ്പോ, ഇനി പാരലൽ കോളേജ് തോറ്റി കിടക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കയറി കെട്ടിയനെ. അടുത്തറിയാമല്ലോ. അനിയൻ ചേട്ടൻ ഇപ്പൊ തന്നെ കെട്ടണമെങ്കിൽ ഞാൻ നല്ലൊരു പെൺകുട്ടി അന്വേഷിച്ച് മുത്തശ്ശിയുമായി വിശദമായ ഒരു ചർച്ച നടത്തി തീരുമാനം അറിയിക്കാം. വേണ്ട, നിന്റെ ചർച്ച വെറും വാചകപടി ആയതുകൊണ്ട് മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം. അതുവരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളാം. നീ കണ്ണടച്ചു കിടന്നോ. കേറ. എന്നാ നിന്റെ സ്വനഗ്രാഹി.